Hi friends, welcome to Pre-Success Codes. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് PSC എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയറിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The police dash no idea about the crime. The police dash no idea about the crime. Options has, have, will, shall. ഇത്രയുമാണ് ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത്. ഇത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാവും നമുക്ക് ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദ പോലീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ പോലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് അല്ലേ? ദ ഗ്രൂപ്പ് ഓഫ് പോലീസ്മെൻ, അതിനെയാണ് ദ പോലീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്? അത് ഒരു പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് അവിടെ. അപ്പോൾ ഇവിടെ ദ പോലീസ് എന്ന് പറയുന്നത് പ്ലൂറലാണ്, പ്ലൂറൽ ആയിട്ടുള്ളൊരു വാക്കാണ്. ഇതിലേതിലാണ് പ്ലൂറൽ ആയിട്ടുള്ള ഓക്സിലറി വെർബ് എന്ന് നോക്കാം. ഏതാണ്? ഹാവ് ആണ്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഹാവ് എന്നാണ്. ദ പോലീസ് ഹാവ് നോ ഐഡിയ അബൌട്ട് ദി ക്രൈം. ദ പോലീസ് ഹാവ് നോ ഐഡിയ അബൌട്ട് ദി ക്രൈം. ഇനി ഈ ക്വസ്റ്റ്യനിൽ ദ പോലീസ് എന്നുള്ളതിന് പകരം ദ പോലീസ് മാൻ എന്നാണ് ചോദിച്ചിരുന്നതെങ്കിൽ അവിടെ എന്തായി? പോലീസ് മാൻ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ് അല്ലേ? അപ്പോൾ അവിടെ ഏത് ഓക്സിലറി വെർബ് വരണം? ഈ തന്നിരിക്കുന്ന കൂട്ടത്തിലുള്ള സിംഗുലർ ആയിട്ടുള്ള ഓക്സിലറി വെർബാണ് വരേണ്ടത്. ഏതാണ്? ഹാസ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ദ പോലീസ്, അതുപോലെ തന്നെ ദി പബ്ലിക്, ദി കമ്മിറ്റി, ദ സൊസൈറ്റി, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അതെപ്പോഴും പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ കൂടെ വരുന്ന ഓക്സിലറി വെർബും എപ്പോഴും പ്ലൂറൽ ആയിരിക്കണം. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർ ഇസ് റോങ്? തന്നിരിക്കുന്ന 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് തെറ്റായ പെയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നോക്കി, ഗ്ലാസ് ഗ്ലാസസ്, ലയൺ ലയണസ്, ലീഫ് ലീവ്സ്, വൂൾഫ് വൂൾസ്. നമുക്കിത് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി എന്താണ്? പ്ലൂറൽ ആണ് പറഞ്ഞിരിക്കുന്നത്. ഗ്ലാസ് എന്നുള്ള വാക്കിൻ്റെ പ്ലൂറൽ ഫോമാണ് എന്ത്? ഗ്ലാസസ് അല്ലേ? ഇനി ലയൺ എന്നുള്ള വാക്കിൻ്റെ പ്ലൂറൽ എന്താണ്? ലയണസ് ആണോ? അല്ല. ലയൻ്റെ ഫിമൈൻ ജെൻഡർ, സ്ത്രീലിംഗമാണ് ലയണസ് എന്ന് പറയുന്നത്. ലയണിൻ്റെ പ്ലൂറൽ ലയൺസ് ആണ്. അപ്പോൾ ബാക്കി എല്ലാ കേസസിലും ഗ്ലാസ്, ലീഫ് ലീവ്സ്, വൂൾഫ് വൂൾസ്, ഈ 3 എണ്ണത്തിലും സിംഗുലർ പ്ലൂറൽ ആ ഒരു കോമ്പിനേഷനിലാണ് വേർഡ്സ് തന്നിരിക്കുന്നത്. സെക്കൻഡ് ഓപ്ഷനിൽ മാത്രം ലയൺ ലയണസ്, അതിൽ മാത്രം എന്താണ്? മസ്കുലൈൻ ജെൻഡറും ഫെമൈൻ ജെൻഡറുമാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിൽ റോങ് ആയിട്ടുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ലയൺ ലയണസ് എന്നാണ്. ക്ലിയർ ആണല്ലോ? ഇപ്പം നമുക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. ചിലപ്പോൾ ഗ്ലാസ് ഗ്ലാസസ് ദെൻ ലയൺ ലയണസ് എന്ന് വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതും സെയിം ആണ് അല്ലെങ്കിൽ കറക്റ്റ് ആണ് എന്ന് വിചാരിക്കും. പക്ഷെ അത് തെറ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ തെറ്റിക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. It has been a controversial topic whether dash should be made legal or not. It has been a controversial topic whether dash should be made legal or not. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് യൂത്തനേഷ്യ, മിലീഷ്യ, ബ്ലാസ്ഫമി, അനസ്തേഷ്യ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൻ്റെ മീനിങ് എന്താണ് എന്ന് മനസ്സിലായില്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ആദ്യമേ കണ്ടുപിടിക്കേണ്ടത് ഈ 4 ഓപ്ഷൻസിൻ്റെ കറക്റ്റ് മീനിങ് എന്താണ് എന്നാണ്. ഫസ്റ്റ് വൺ, യുത്തനേഷ്യ. യുത്തനേഷ്യ നമുക്ക് കേട്ട് പരിചയമുള്ള വാക്കായിരിക്കും. യുത്തനേഷ്യ കേട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു മീനിങ് വരുന്ന വാക്ക് കേട്ടിട്ടുണ്ടാവും. മേഴ്സി കില്ലിങ്, എന്താണ്? ദയാവധം അല്ലേ? അപ്പോൾ യുത്തനേഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേഴ്സി കില്ലിങ് അല്ലെങ്കിൽ ദയാവധം, അതാണ് യുത്തനേഷ്യയുടെ മീനിങ് വരുന്നത്. ഇനി മിലീഷ്യ അല്ലെങ്കിൽ മിലീറ്റിയ. മിലീറ്റിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംതിങ് റിലേറ്റഡ് ടു ആർമി, കേട്ട് പരിചയമുള്ള വാക്കാണ് അല്ലേ? മിലീറ്റിയ. നമുക്ക് കുറേ പേര് ഗെയിംസ് ഒക്കെ കളിക്കാറുണ്ട്. മിനി മിലീറ്റിയ ഒക്കെ കളിക്കാറുണ്ട്, മിനി മിലീഷ്യ. അപ്പോൾ മിലീറ്റിയ അല്ലെങ്കിൽ മിലീഷ്യ എന്ന് പറയുന്നത് സംതിങ് റിലേറ്റഡ് ടു ആർമിയാണ്.
ഇനി ബ്ലാസ്ഫമി എന്താണ്? സ്പീക്കിംഗ് സംതിങ് അഗെയിൻസ്റ്റ് റിലീജിയൻ, അതിനെയാണ് ബ്ലാസ്ഫമി എന്ന് പറയുന്നത്. എന്താണ്? സ്പീക്കിംഗ് അഗെയിൻസ്റ്റ് റിലീജിയൻ, അതിനെയാണ് ബ്ലാസ്ഫമി എന്ന് പറയുന്നത്. അനസ്തേഷ്യ നമുക്കറിയാം എന്താണ്, സർജറിക്ക് മുന്നേ നമുക്ക് ആ ഒരു പെയിൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ബോധം കെടുത്തും, അതിനെയാണ് അനസ്തേഷ്യ എന്ന് പറയുന്നത് അല്ലേ. സോ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഇറ്റ് ഹാസ് ബീൻ എ കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് വെദർ ഡാഷ് ഷുഡ് ബി മെയ്ഡ് ലീഗൽ ഓർ നോട്ട്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് യുത്തനേഷ്യയാണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് യുത്തനേഷ്യയാണ്, മെഴ്സി കില്ലിംഗ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. We can go for a walk when it dash raining. We can go for a walk when it dash raining. എന്താ പറഞ്ഞിരിക്കുന്നത്? മഴ തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ പോകാം, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ മഴ തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ പോകാം, ഭാവിയിലേക്കുള്ളൊരു കാര്യമാണ് പറയുന്നത്. പക്ഷേ അത് ഓൾറെഡി ഡിറ്റർമിൻഡ് ആണ്, പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ളൊരു കാര്യം, ഫ്യൂച്ചറിൽ നടക്കാനിരിക്കുന്ന പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ എപ്പോഴും പറയുന്നത് ഏത് ടെൻസിലാണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. അപ്പോൾ ഇതിൽ ഏതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്? ഏത് ഫോം ഓഫ് വേർബാണ് ഇതിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയിട്ടുള്ളത്? ഏതാണ്? സ്റ്റോപ്സ് ആണ്. സോ വി ക്യാൻ ഗോ ഫോർ എ വാക്ക് വെൻ ഇറ്റ് സ്റ്റോപ്സ് റെയിനിങ്. മഴ നിൽക്കുമ്പോൾ നമുക്ക് നടക്കാൻ പോകാം, മഴ നിൽക്കുമ്പോൾ നമുക്ക് നടക്കാൻ പോകാം. അപ്പോൾ വി എന്നുള്ളതല്ല ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, റെയിനിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? സ്റ്റോപ്സ് ആണ് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് റൈറ്റ് ദി ആൻറ്റണിം ഓഫ് പ്രൂഡൻറ്റ്. നമ്മൾ ആൻറ്റണിംസ് സിനോണിംസ് പഠിക്കുമ്പോൾ ഇപ്പോൾ റൈറ്റ് ദി ആൻറ്റണിം ഓഫ് പ്രൂഡൻറ്റ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൻ്റെ ആൻസർ മാത്രമല്ല പഠിക്കേണ്ടത്, അതിൻ്റെ ഓപ്ഷൻസിൽ ഏതൊക്കെ വാക്കുകളാണുള്ളത്, അതിലറിയാത്ത വാക്കുകളുണ്ടോ എങ്കിൽ അതിൻ്റെയും കൂടി മീനിങ് വേണം പഠിക്കാനായിട്ട്. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ആ ഒരു വൊക്കാബുലറി കറക്റ്റ് ആവുള്ളൂ. റൈറ്റ് ദി ആൻറ്റണിം ഓഫ് പ്രൂഡൻറ്റ്. അപ്പോൾ ആദ്യമേ പ്രൂഡൻറ്റിൻ്റെ മീനിങ് അറിയണം, ഈ തന്നിരിക്കുന്ന ഓരോ ഓപ്ഷൻ്റെയും മീനിങ് അറിയണം. പ്രൂഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ വിവേകമുള്ള ഒരാൾ, ബുദ്ധിശാലി, ആ ഒരു മീനിങ് ആണ് പ്രൂഡൻറ്റിന് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ സ്കിൽഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. സ്കിൽഡ് എന്ന് പറഞ്ഞാൽ കഴിവുള്ളവൻ അല്ലേ, അതാണ് സ്കിൽഡിൻ്റെ മീനിങ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആൻറ്റോണിം ആണ്. ആൻറ്റോണിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓപ്പോസിറ്റ് അല്ലേ, ഓപ്പോസിറ്റ് ആണ് ആൻറ്റോണിം. സെയിം മീനിങ് വരുന്നതിന് എന്ത് പറയും? സിനോണിംസ് എന്ന് പറയും. ആൻറ്റോണിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആണ്. സോ പ്രൂഡൻറ്റ് അല്ലെങ്കിൽ ബുദ്ധിയുള്ള ഒരാൾ, അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഈ തന്നിരിക്കുന്നതിൽ വെച്ചിട്ട് ഫൂളിഷ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ആൻറ്റോണിം ഓഫ് പ്രൂഡൻറ്റ് എന്ന് പറയുന്നത് ഫൂളിഷ് ആണ്. പ്രൂഡൻറ്റിൻ്റെ മീനിങ് എന്താണ്? വിവേകമുള്ള ആൾ, അതാണ് പ്രൂഡൻറ്റിൻ്റെ മീനിങ് വരുന്നത്. ക്ലിയർ ആയല്ലോ. ആൻറ്റണിം ഓഫ് വാരി. വാരിയുടെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, WARY, വാരി. വാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രിക്കോഷൻ എടുക്കുക, മുൻകരുതലുകൾ എടുക്കുക, ആ ഒരു മീനിങ് ആണ് വാരി എന്നുള്ള വേർഡിന് വരുന്നത്. ടു ടേക്ക് പ്രിക്കോഷൻ അല്ലെങ്കിൽ മുൻകരുതലുകൾ എടുക്കുക, ആ ഒരു മീനിങ് ആണ് വരുന്നത്. സോ ഇതിൽ ഏതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്? കെയർലെസ്. കെയർലെസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാത്തത്. സ്ലോ, ഡിസ്ട്രോയ്, പണിഷ്. സോ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് കെയർലെസ് ആണ് അല്ലേ. വാരിയുടെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് കെയർലെസ് ആണ്. വാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു മേക്ക് പ്രിക്കോഷൻ അല്ലെങ്കിൽ ടു ടേക്ക് പ്രിക്കോഷൻ, മുൻകരുതലുകൾ എടുക്കുക. കെയർലെസ് എന്താണ്? ശ്രദ്ധിക്കാതെ, വളരെ കെയർലെസ് ആയിട്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് കെയർലെസ് ആണ്. സോ ഈ ഒരു 6 ക്വസ്റ്റ്യൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇംഗ്ലീഷിൻ്റെയോ അല്ലെങ്കിൽ മാത്സിൻ്റെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സസ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിൻ്റെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക.